അപ്പോൾ ഇന്ന് നമ്മൾ മെഷർമെൻറ്റ് ഓഫ് പ്രഷറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാം എന്ന് വെച്ചാൽ ഒന്ന് മാനോമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഗേജസ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ യൂണിറ്റിനകത്ത് മാനോമീറ്റേഴ്സ് ആണ് നമുക്ക് സിലബസിനകത്ത് ഉള്ളത്. അത് മാത്രമേ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ മാനോമീറ്റർ എന്തുവാണെന്ന് വെച്ചാൽ it's defined as a device used for measuring the pressure at a point in a fluid by balancing the column of a fluid by the same or another column of the fluid. അപ്പം ഒരു കോളം നമ്മൾ ഫിറ്റ് ചെയ്ത് ആ ലിക്വിഡിനെ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നതാണ് സിമ്പിൾ മാനോമീറ്ററും ഡിഫറൻഷ്യൽ മാനോമീറ്ററും. ഓക്കെ, അപ്പം സിമ്പിൾ മാനോമീറ്ററിനകത്ത് നമുക്ക് എന്താണെന്ന് നോക്കാം. അതിനകത്ത് 3 ടൈപ്പ് ഉണ്ട്: പീസോമീറ്റർ, യൂട്യൂബ് മാനോമീറ്റർ, സിംഗിൾ കോളം മാനോമീറ്റർ. ഓക്കെ, ഇപ്പോൾ പീസോമീറ്ററിനകത്ത് ഇത് സിംപ്ലസ്റ്റ് ഫോം ഓഫ് മാനോമീറ്ററാണ്. ഇത് ഈ പടം കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഒരു ട്യൂബ്, ഒരു 90 ഡിഗ്രി ട്യൂബ് നമ്മൾ ആ പൈപ്പിനകത്ത് കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഉള്ള പ്രഷർ ഈ ഹൈറ്റിലാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൈറ്റ് നമുക്ക് കിട്ടിയ പ്രഷർ ഹെഡ് കിട്ടിയില്ലേ? അപ്പം P = ρgh അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? പ്രഷർ ഹെഡ് കിട്ടി, ഹൈറ്റ് കിട്ടി. അപ്പോൾ പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ P = ρgh, ആ ഹൈറ്റ് ഇൻറ്റു G ഇൻറ്റു ഡെൻസിറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രഷർ എന്താണ് കിട്ടി, ആ പോയിൻറ്റ്, ആ പൈപ്പിനകത്തുള്ള പ്രഷർ എന്താണ് നമുക്ക് കിട്ടി. ഇതാണ് സിംപ്ലസ്റ്റ് ഫോം. ഓക്കെ, പീസോമീറ്റർ എന്താണെന്ന് നമുക്ക് കിട്ടിയല്ലോ. അടുത്ത് നമുക്ക് യൂട്യൂബ് മാനോമീറ്റർ എന്താണെന്ന് നോക്കാം. അപ്പോൾ യൂട്യൂബ് മാനോമീറ്ററിനകത്ത് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് ട്യൂബ് ബെൻഡ് ഇൻ U ഷേപ്പ്. അപ്പോൾ ഒരു U ഷേപ്പിൽ ഒരു ഗ്ലാസ് ബെൻഡ് ചെയ്ത് ആ ട്യൂബ് നമ്മൾ ഈ പൈപ്പിനകത്ത് നമ്മൾ കണക്ട് ചെയ്ത് വച്ചിട്ടാണ് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതിൽ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിനകത്ത് 2 ലിംപ് ഉണ്ട്. ഇത് റൈറ്റ് ലിംപാണ്, ഇത് ലെഫ്റ്റ് ലിംപാണ്. ഓക്കെ, റൈറ്റ് ലിംപ്, ലെഫ്റ്റ് ലിംപ്. ഈ 2 പടത്തിനുള്ള വ്യത്യാസം എന്തുവാണെന്ന് വെച്ചാൽ ഒന്ന് ഗേജ് പ്രഷറാണ്, മറ്റത് വാക്വം പ്രഷറാണ്. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ പ്രഷർ കൂടുമ്പോൾ ഈ പ്രഷർ കാരണം ഈ ലിക്വിഡ് ഇല്ലേ, ഈ ലിക്വിഡ് മുകളിലോട്ടും താഴോട്ടും പോകും അല്ലേ? ഈ പ്രഷർ കൂടുമ്പോൾ ഇത് കുറച്ചും കൂടി താഴോട്ട് പോയി ഇവിടെ പൊങ്ങി വരും. അതേ ഇത് പ്രഷർ ഒന്നും ഇല്ലാതെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും താഴോട്ട് പോകുമ്പോൾ പ്രഷർ ഇല്ലല്ലോ, ഇത് നെഗറ്റീവ് പ്രഷറാണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയത്, ഈ യൂട്യൂബിനകത്ത്, ഈ ബെൻറ്റ് ട്യൂബിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലിക്വിഡ് ഈ പൈപ്പിനകത്തുള്ള ലിക്വിഡിലുള്ള സ്പെസിഫിക് ഗ്രാവിറ്റിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യൂട്യൂബ് ജനറലി കണ്ടെയ്ൻസ് മെർക്കുറി ഓർ എനി അതർ ലിക്വിഡ് whose specific gravity is greater than the specific gravity of the liquid whose pressure is to be measured. ഇപ്പം നിങ്ങൾ ഈ പൈപ്പിനകത്ത് ഏത് ലിക്വിഡാണ്, ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ വാട്ടറിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ലിക്വിഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഓയിൽ ആണെങ്കിൽ അപ്പോൾ ഇവിടെ വാട്ടർ ആയിരിക്കണം, ലിക്വിഡ് വാട്ടർ ആയിരിക്കണം. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമ്മൾ പ്രോബ്ലം നോക്കിയിട്ട് അങ്ങനെ ക്യാരി ഓവർ ചെയ്യാം. ഓക്കെ, ഫോർവേഡ് ചെയ്യാം. അതായത് ഈ പ്രോബ്ലം നോക്കിക്കേ. ദ റൈറ്റ് ലിംബ് ഓഫ് എ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ കണ്ടെയ്നിങ് mercury is open to the atmosphere while the left limb is connected to a pipe in which the fluid of specific gravity 0.9 is flowing. The center of the pipe is 12 cm below the level of mercury in the right limb. Find the pressure of the liquid in the pipe if the difference of mercury level in the two limbs is 20 cm. അപ്പോൾ the right limb of the simple U-tube manometer containing mercury is open to the atmosphere. അതുകൊണ്ടാണ് യൂട്യൂബിനകത്ത് ആ റൈറ്റ് ലിംബ് കണ്ടെയ്നിങ് മെർക്കുറി ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. അതാണ് ഇവിടെ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ യൂട്യൂബ് മാനോമീറ്ററിന് തന്നതുകൊണ്ട് നമ്മൾ യൂട്യൂബ് ഇങ്ങനെ വരച്ചു. ഓക്കെ, കണ്ടെയ്നിങ് മെർക്കുറി ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ഏതാ? റൈറ്റ് ലിംപാണ്. അപ്പോൾ റൈറ്റ് ലിംപിനകത്ത് എന്താ ഉള്ളത്? മെർക്കുറിയാണ്. മെർക്കുറി നമ്മൾ വരച്ചു, ഇറ്റ് ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ വരച്ചു. വൈൽ ദ ലെഫ്റ്റ് ലിംബ് ഇസ് കണക്റ്റഡ് ടു എ പൈപ്പ് ഇൻ വിച്ച് ദ ഫ്ലൂയിഡ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ഇസ് ഫ്ലോയിങ്. അപ്പോൾ റൈറ്റ് ലിംപിനകത്ത് പൈപ്പിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് പോകുന്ന ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, ദ സെൻറ്റർ ഓഫ് ദ പൈപ്പ് ഇസ് 12 cm ബിലോ ദ ലെവൽ ഓഫ് ദ മെർക്കുറി ഇൻ ദ റൈറ്റ് ലിംബ്. അതായത് ഇവിടെ മെർക്കുറിൻ്റെ ലെവലിലേന്ത്
ഈ പൈപ്പിൻ്റെ സെൻറ്റർ എത്ര സെൻറ്റിമീറ്റർ താഴോട്ടാണ്? ബിലോന്ന് തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ. ഓക്കെ, 12 സെൻറ്റിമീറ്ററിന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ഇൻ ദ പൈപ്പ്. അപ്പോൾ ഇതിലുള്ള പ്രഷർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇഫ് ദ ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽ ഇൻ ദ ടു ലിംബ് ഇസ് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ മെർക്കുറിൻ്റെ ഒരു ലെവൽ കാണുമ്പോൾ ഇവിടെയും മെർക്കുറിൻ്റെ ഒരു ലെവൽ കാണത്തില്ലേ? അപ്പോൾ ആ ലെവലിൻ്റെ ഡിഫറൻസ് 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രഷർ ഇൻ ദ പൈപ്പാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പടം വരച്ചു. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചിലപ്പോൾ അവർ പടം തന്നിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പടം വരയ്ക്കണം. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്നൊന്നായിട്ട് നിങ്ങളിങ്ങനെ വായിച്ചിട്ട് പടം വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡേറ്റം ലൈൻ ഫിക്സ് ചെയ്യണം. ഏറ്റവും താഴോട്ടുള്ള ഒരു പോയിന്റിന് ഇത് ഡേറ്റം ലൈനായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഹൊറിസോണ്ടൽ സർഫേസിനകത്ത് പ്രഷർ ഈ രണ്ട് പോയിന്റിലും ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ്? പാസ്കൽസ് ലോ. അതെന്തോ ഇൻ ഓൾ ഡയറക്ഷൻസിൽ ഈക്വൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പം ഈ പോയിന്റിൽ പ്രഷർ വിൽ ബി ഈക്വൽ. അപ്പോൾ ഈ രണ്ട് പോയിന്റിലും ഉള്ള പ്രഷർ എന്താണെന്ന് കണ്ടുപിടിച്ച് ഈക്വേറ്റ് ചെയ്യുമ്പോൾ, ബിക്കോസ് പ്രഷർ അറ്റ് ദ റൈറ്റ് ലിംബ് ഇസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ദ ലെഫ്റ്റ് ലിംബ് ആണ്. ഓക്കെ, അപ്പോൾ പ്രഷർ അറ്റ് ദ ലെഫ്റ്റ് ലിംബ് ഇസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ദ റൈറ്റ് ലിംബ് ആണ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക, ഇത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക, ഈക്വേറ്റ് ചെയ്ത് ആൻസർ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ പ്രഷർ അറ്റ് ദ റൈറ്റ് ലിംബ് എന്തുമായിരിക്കും? റോ ജി എച്ച് ആണ്. ഓക്കെ, റോ ജി എച്ച്. പ്രഷർ അറ്റ് ദ റൈറ്റ് ലിംബ് എന്തുമായിരിക്കും? റോ ജി എച്ച് ആണ്. പ്ലസ് എന്തുവാ? ഈ റൈറ്റ് ലിംബിനകത്ത് റോ ജി എച്ച് പ്ലസ് ഈ പൈപ്പിൻ്റെ പ്രഷർ ഇല്ലേ, പ്ലസ് പി. ഓക്കെ, ഇവിടുത്തെ പ്രഷർ ഏതുകൊണ്ടാണ് നമുക്ക് ഇവിടെ പ്രഷർ വരുന്നത്? മെർക്കുറി വെച്ചിട്ടാണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് മെർക്കുറി. ഓക്കെ, ഇവിടെ എന്തുവാ? ഈ ലിക്വിഡിൻ്റെ പ്രഷറാണ് ഇവിടെ വരുന്നത്. ഈ ലിക്വിഡിൻ്റെ പ്രഷർ എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ഓക്കെ, അപ്പോൾ പി പ്ലസ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. സോ 0.9 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ജി 9.81 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഹൈറ്റാണ്. ഈ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 20 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇത് 12 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ 20 - 12 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പം മീറ്ററിലോട്ട് മാറ്റുമ്പോൾ 0.08. അപ്പോൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണ് കിട്ടും. ഇതവിടെ ഇരിക്കട്ടെ. ഓക്കെ, പ്രഷർ അറ്റ് ദ റൈറ്റ് ലിംബ് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഓഫ് ദ മെർക്കുറി ആണ്. ഡെൻസിറ്റി ഓഫ് മെർക്കുറി എങ്ങനെ കണ്ടുപിടിക്കാം? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ഇൻറ്റു 1000, ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു 9.81 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ള ഹൈറ്റാണ്. ടോട്ടൽ ഹൈറ്റ് 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 0.21 കിട്ടിയോ? അപ്പോൾ പി പ്ലസ് ഇത്രയും ഇസ് ഈക്വൽ ടു ദ പ്രഷർ ഇൻ ദ റൈറ്റ് ലിംബ്. ഇതിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ പി കിട്ടത്തില്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനകത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ അടുത്ത വാക്വം പ്രഷറിലുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, a U-tube manometer containing mercury is connected to the pipe in which the fluid of specific gravity 0.8 and having a vacuum pressure is flowing. ആ വാക്വം പ്രഷർ ഇസ് ഫ്ലോയിങ് എന്ന് പറഞ്ഞാലേ നമുക്ക് റൈറ്റ് ലിംബിനകത്ത് ഒന്നും ഇല്ലാന്ന് അർത്ഥം. ഓക്കെ, അപ്പം നമുക്ക് അപ്പം തന്നെ നമുക്ക് പടം വരയ്ക്കാം. യൂട്യൂബ് മാനോമീറ്റർ റൈറ്റ് ലിംബിനകത്ത് എതുവും കാണിക്കാൻ പാടില്ല. ഓക്കെ, ഇത് നമുക്ക് പൈപ്പിലോട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഫ്ലോ ചെയ്യുന്ന പൈപ്പിൻ്റെ ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 അവർ തന്നിട്ടുണ്ട്. The other end of the manometer is open to atmosphere. Okay, fine. Find the vacuum pressure in the pipe. If the difference of mercury level in the two limbs is 40 centimeter. അപ്പം ഇവിടെ ഒരു ലെവൽ ഉണ്ടാവും. വാക്വം പ്രഷർ ആയതുകൊണ്ട് ഇപ്പുറത്തെ സൈഡ് കൂടുതലായിരിക്കും, ഇവിടെ കുറവായിരിക്കും. അപ്പോൾ ഈ രണ്ട് മെർക്കുറി ലെവലിൻ്റെ ഹൈറ്റ് അവർ തന്നിട്ടുണ്ട്. ഏതാ? 40 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും താഴോട്ടുള്ളത് നമുക്ക് XX ഡയറ്റമായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് ഇൻ ദ ലെഫ്റ്റ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ പൈപ്പ് ഇസ് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ പൈപ്പിലിരുന്ന് ഈ ലിക്വിഡിൻ്റെ ആ പൈപ്പിനകത്ത് ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ് ഇവിടെയും കുറച്ച് കാണത്തില്ലേ? അപ്പോൾ ആ ലിക്വിഡാണ് 15 സെൻറ്റിമീറ്ററിന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള നമ്മൾ പ്രഷർ കണ്ടുപിടിക്കേണ്ടത്. ഇതും നമ്മൾ അതുപോലെ തന്നെ രണ്ട് ഇതായിട്ട് നമുക്ക് പിരിക്കാം. ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം, ഒന്ന് ലെഫ്റ്റ് ലിംബ് റൈറ്റ് ലിംബ്. റൈറ്റ് ലിംബ്
ഒന്നും ഇല്ല, ലെഫ്റ്റ് ലിംബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് പൈപ്പിനകത്തുള്ള ഒരു പ്രഷർ കാണും പി പ്ലസ് ഈ ലിക്വിഡിൻ്റെ പ്രഷർ കാണത്തില്ല. ഇത്രയും ഹൈറ്റ് ഏതുകൊണ്ടാണ്? ഈ പൈപ്പിനകത്തുള്ള ലിക്വിഡിൻ്റെയാണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് പ്ലസ് അടുത്ത് എന്തുവാ? ഈ മെർക്കുറിൻ്റെയാണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ദ മെർക്കുറി ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ മെർക്കുറി ഇസ് ഈക്വൽ ടു എന്തുവാ? ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് 0 എഴുതാം. ഓക്കെ, പ്രഷർ നമുക്ക് അറിയത്തില്ല, അപ്പോൾ പി എഴുതുക. ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 9.81 ഇൻറ്റു ലിക്വിഡ് എന്തുവാ? 15 സെൻറ്റിമീറ്റർ, സോ 1.5. ഇത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് ഒരു 1000 ഡെൻസിറ്റി ഓഫ് വാട്ടറാൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, പ്ലസ് മെർക്കുറിൻ്റെ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? 13.6 ഇൻറ്റു 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഹൈറ്റ് 40 സെൻറ്റിമീറ്റർ ആണ്, സോ 0.4 ആണ് മൾട്ടിപ്ലൈ ചെയ്ത് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പി ഇൻ ടേംസ് ഓഫ് ഏതിലെയാണ് വരുന്നത്? നെഗറ്റീവ്ലിയാണ് വരുന്നത്, ബിക്കോസ് ഇറ്റ്സ് എ വാക്വം പ്രഷർ. മനസ്സിലായോ? ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. എ യൂട്യൂബ് മാനോമീറ്റർ ഇസ് യൂസ് ടു മെഷർ ദ പ്രഷർ ഓഫ് ദ വാട്ടർ ഇൻ ദ പൈപ്പ് ലൈൻ. ഓക്കെ, വിച്ച് ഇസ് ഇൻ എക്സസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എക്സസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചാൽ പോസിറ്റീവ് ഗേജ് പ്രഷറാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ലിംബിനകത്ത് നമ്മൾ ലിക്വിഡ് അത് പൊങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ റൈറ്റ് ലിംബ് ഓഫ് ദ മാനോമീറ്റർ കണ്ടെയ്ൻസ് എ മെർക്കുറി ആൻഡ് ഇറ്റ് ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. ഓക്കെ, ദ കോൺടാക്ട് ബിറ്റ്വീൻ ദ വാട്ടർ ആൻഡ് ദ മെർക്കുറി ഈസ് ഇൻ ദ ലെഫ്റ്റ് ലിംബ്. ലെഫ്റ്റ് ലിംബിലെയാണ് നമ്മുടെ പൈപ്പിനകത്തുള്ള ലിക്വിഡും മെർക്കുറിയും തമ്മിൽ കണക്ഷൻ വരുന്നത്. ഡിറ്റർമൈൻ ദ പ്രഷർ ഓഫ് ദ വാട്ടർ ഇൻ ദ മെയിൻ ലൈൻ if the difference in level of mercury in the limb is 10 cm and the free surface of the liquid is in level with the center of the pipeline. അപ്പോൾ വാട്ടർക്കും ഈ മെർക്കുറി ഡേറ്റത്തിൻ്റെ ഡിഫറൻസ് 10 സെൻറ്റിമീറ്ററിന് തന്നിട്ടുണ്ട്. പിന്നെ റൈറ്റ് ലിംബിലുള്ള മെർക്കുറിയുടെ ലെവലും ഈ പൈപ്പിൻ്റെ സെൻറ്റർ പോയിൻറ്റും സെയിം ആണെന്നുള്ളത് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലത്തെ KTU ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ. If the pressure of water in the pipeline is reduced to 9810 Newton per meter square, calculate a new difference in the level of the mercury. Sketch the arrangement in both cases. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് അവർ 2 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഉള്ളത്. മനസ്സിലായോ? ഒന്ന്, ഈ സെറ്റപ്പിൽ വാട്ട് ഈസ് ദ പ്രഷറിന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച പ്രഷറ് അവർ കുറയ്ക്കുക, 9810 കുറയും ആണെങ്കിൽ വാട്ട് ഈസ് ദ ന്യൂ ലെവൽ ഡിഫറൻസ്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? അപ്പം ഞാൻ ഇപ്പോൾ പടം വരയ്ക്കാം. നമ്മുടെ പൈപ്പിനകത്ത് യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ലിംബിൽ മെർക്കുറി ഉണ്ടെന്ന് അവർ പറഞ്ഞു, പ്ലസ് ഈ സെൻറ്റർ പോയിൻറ്റും ഈ ലെവലും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ വാട്ടറിൻ്റെ ലെവൽ 10 സെൻറ്റിമീറ്ററിന് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ കണ്ടീഷൻ ആകുമ്പോൾ വാട്ട് ഈസ് ദ പ്രഷർ ഇൻ ദ പൈപ്പ്, പ്രഷർ ഇൻ ദ പൈപ്പ് എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് എന്താണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പ്രഷർ ഇൻ ദ പൈപ്പ് 10,000 Newton per meter square കണ്ടുപിടിച്ചെന്ന് വെച്ചോ. ഓക്കെ, ഇപ്പം ഈ പൈപ്പ് പ്രഷർ നമ്മൾ റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ഇവിടത്തെ ഉള്ള പ്രഷർ അവർ തന്നിട്ടുണ്ട്. മനസ്സിലായോ? 9810 Newton per meter square അവർ തന്നിട്ടുണ്ട്. 10,000 ഇങ്ങനെയായിരുന്നു ലെവല്. ഓക്കെ, 9800 ആകുമ്പോൾ പ്രഷർ കുറഞ്ഞില്ലേ? പ്രഷർ കുറയുമ്പോൾ ഇത് പൊങ്ങും, ഇത് താഴോട്ടാകും. മനസ്സിലായോ? അപ്പോൾ ഇത് പൊങ്ങും, ഈ ലെവൽ കുറച്ചും കൂടി താഴോട്ടാകും. അങ്ങനെയാകുമ്പോൾ വാട്ട് ഈസ് ദ ലെവൽ ഡിഫറൻസ് ഇൻ ദ മെർക്കുറി, ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതാണ് അവർ ഫസ്റ്റ് പാർട്ടിന് തന്നിട്ടുണ്ട്. അപ്പം ഈ പാർട്ട് നമ്മൾ ഇപ്പം നേരത്തെ ചെയ്യുന്നത് പോലെ ഡേറ്റമായിട്ട് ഇത് ഫിക്സ് ചെയ്യുക. എക്സിന് ഇത് രണ്ടിയും സെപ്പറേറ്റ് ചെയ്യുക. പ്രഷർ ഇൻ ദ റൈറ്റ് ലിംബ്, പ്രഷർ ഇൻ ദ ലെഫ്റ്റ് ലിംബിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ പ്രഷർ എന്തുമായിരിക്കും? ഈ പ്രഷർ, ഒറ്റ സെക്കൻഡ്, അപ്പോൾ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇവിടുത്തെ പ്രഷർ എന്തുമായിരിക്കും? ആ ഡേറ്റം ലൈനെയാണ് പ്രഷർ ഈക്വലിന് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പ്രഷർ അറ്റ് ദ ലെഫ്റ്റ് ലിംബ് ഇസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ദ റൈറ്റ് ലിംബാണ്. അപ്പോൾ ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും
ഓക്കെ, ലെഫ്റ്റ് ലിംപിലെ പ്രഷർ എന്തുവാ? ഈ പൈപ്പിനകത്തുള്ള ഒരു പ്രഷർ, ദാറ്റ് ഇസ് പി, പ്ലസ് ഈ ലിക്വിഡ് വെച്ചിട്ടുള്ള പ്രഷർ, അതെന്തുവാ? ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ്. പിന്നെ നമുക്ക് ഡേറ്റമായി is equal to pressure at the right limb. റൈറ്റ് ലിംപിലെ പ്രഷർ എവിടെയാണ് വരുന്നത്? മെർക്കുറി വെച്ചിട്ടാണ് വരുന്നത്. അപ്പം ഡെൻസിറ്റി ഓഫ് ദ മെർക്കുറി ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ മെർക്കുറി. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എന്ന് പറയുമ്പോൾ എന്തുവാ? അത് ലിക്വിഡ് ഇവിടെ വാട്ടറാണ്. അപ്പോൾ നമുക്ക് 1000 അങ്ങനെ തന്നെ എഴുതാം, ഇൻറ്റു 9.81 ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് 10 സെൻറ്റിമീറ്റർ ആണ്. സോ മീറ്ററിലോട്ട് മാറ്റി പി ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ മെർക്കുറി എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ മെർക്കുറി ഇൻറ്റു ഡെൻസിറ്റി ആണ്. സോ 13.6 ഇൻറ്റു 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ മെർക്കുറി. അത് ഈ പോർഷനാണ്. ഈ പോർഷനും സെയിം അല്ലേ? ബിക്കോസ് അവർ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, സെൻറ്റർ ഓഫ് ദ പോയിൻറ്റും ഈ മെർക്കുറിൻ്റെ ലെവലും സെയിം ആണെന്ന് അവർ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെയും 0.1. അപ്പോൾ ഇത് രണ്ട് ഈക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പി എന്താണ് കിട്ടും. ആ പി ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത് 12,360 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ അവർ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ പ്രഷർ എത്രത്തോളം അവർ കുറച്ചു? ഇസ് റെഡ്യൂസ്ഡ് ടു 9810 കുറഞ്ഞു പോയി. വാട്ടറിൽ ആ പ്രഷർ കുറഞ്ഞു പോയി, പൈപ്പിനകത്ത് ആ പ്രഷർ കുറഞ്ഞു പോയി. അങ്ങനെയാകുമ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ന്യൂ ഡിഫറൻസ്? മെർക്കുറിൻ്റെ ന്യൂ ഡിഫറൻസ് എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇനി അടുത്ത ആദ്യം എങ്ങനെ ചെയ്യാം? സെയിം തിങ് ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ നമ്മളിപ്പോൾ പടം വരയ്ക്കാൻ പോവുക. ഓക്കെ, കണ്ടോ? ലിക്വിഡ്, പൈപ്പ്, യൂട്യൂബ് മാനോമീറ്റർ അത് തന്നെ വരച്ചു. അപ്പോൾ ഇവിടെ പ്രഷർ കുറയുമ്പോൾ ഇത് മുകളിലോട്ട് പൊങ്ങത്തില്ലേ? ആ പൊങ്ങുന്ന ആ ഡിഫറൻസ് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എക്സിന് എടുത്തു. അപ്പോൾ ഇവിടെ പൊങ്ങിയാൽ ഇവിടെ താഴോട്ട് പോകും അല്ലേ? യൂട്യൂബ് മാനോമീറ്റർ, പൈപ്പ്, ഇവിടുത്തെ ഉള്ള പ്രഷർ നമ്മൾക്ക് തന്നിട്ടുണ്ട് 9810 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, നേരത്തെ നമുക്ക് 12,000 ആയിരുന്നപ്പോൾ ഇവിടെയുമാണ് ഇരുന്നത് അല്ലേ? ഇവിടെയാണ് ഇരുന്നത് പോയിന്റ്. ഇപ്പം നമുക്ക് പ്രഷർ കുറയുമ്പോൾ ഇത് മുകളിലോട്ടാകും അല്ലേ? ഞാൻ കളർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെയാകും. അപ്പോൾ ഇതും ആ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എന്തുവാന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എക്സിന് എടുക്കാം. ആ എക്സിന് ഇവിടെ എത്രത്തോളം പൊങ്ങിയോ അതുപോലെ തന്നെ ഇവിടെ അത്രത്തോളം നമുക്ക് താഴോട്ടാവും അല്ലേ? ഈ ലെവൽ ഇങ്ങോട്ട് മാറി. മനസ്സിലായോ? ഇപ്പം മനസ്സിലായോ? ഇപ്പോൾ ഈ ലെവൽ ഇങ്ങോട്ട് പോയി, ആ ലെവൽ അങ്ങോട്ട് പോയി. ഇപ്പോൾ ഈ രണ്ട് ലെവലിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ പുതിയതായിട്ടുള്ള ലെവൽ ഡിഫറൻസ് ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പം നേരത്തെ നമുക്ക് ഒരു ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതാ നമുക്ക് തന്നത്? ഈ രണ്ട് ലെവൽ ഡിഫറൻസും അവർ 10 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ആ ഒരു 10ഉം ഈ എക്സും വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ദ സെയിം തിങ് അതുപോലെ തന്നെ ചെയ്യണം. ഇത് നമുക്ക് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്തിട്ട് പ്രഷർ ഇൻ ദ ലെഫ്റ്റ് ലിംബ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻ ദ റൈറ്റ് ലിംബ്. അപ്പോൾ ഇവിടുത്തെ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് 9810 പ്ലസ് ബോട്ടമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രഷർ പ്ലസിന് എടുക്കുന്നു. പ്ലസ് ഈ മെർക്കുറി ലെവൽ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്തുവായിരിക്കും? ഈ ഡിസ്റ്റൻസ് എന്തുവായിരിക്കും? ഒന്ന് നോക്കിക്കേ. ഇതുവരെ 10 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇത് മുകളിലോട്ട് പോയി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്തുവായിരിക്കും? 10 - x. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് നേരത്തെ ഇതുവരെ നമുക്ക് 10 തന്നിട്ടുണ്ട്, 10 സെൻറ്റിമീറ്ററിന് തന്നിട്ടുണ്ട്. ഇത് മുകളിലോട്ട് പൊങ്ങി. അപ്പോൾ 10-നെക്കാട്ടിലും കുറവായിരിക്കും ബൈ x സെൻറ്റിമീറ്റർ. അതുകൊണ്ടാണ് 10 - x. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ദാറ്റ് ഈസ് യുവർ വാട്ടർ ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ വാട്ടർ. ഹൈറ്റ് ഓഫ് ദ വാട്ടർ എന്തുവാ ഇത്? ഇപ്പം എന്തുവാ ഇത്? 10 - x. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഇവിടെ നിന്ന് ഇവിടെ വരെ 10 ആണ്. ഓക്കെ, നമുക്കിപ്പോൾ മെർക്കുറിൻ്റെ ലെവൽ ഇവിടെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ഡേറ്റം എന്ന് പറയുമ്പോൾ ഇതല്ലേ, പുതിയതായിട്ടുള്ള ഡേറ്റമാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പം
ഈ ഹൈറ്റ്, ഈ മൊത്ത ഹൈറ്റ് എന്തുമായിരിക്കും? ആൾറെഡി ഒരു എക്സ് പോയി, ഇവിടെയും ഒരു എക്സ് പോയി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്തുമായിരിക്കും? 10 - 2x ഇതായിരിക്കും ഇത്. മനസ്സിലായോ? പുതിയ ഡേറ്റം ഇതല്ലേ? ഇതാകുമ്പോൾ ഈ ഡിസ്റ്റൻസും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ 10 - 2x ആണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് പ്രഷർ എങ്ങനെയാണ്? ഡെൻസിറ്റി ഓഫ് ദ മെർക്കുറി ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ മെർക്കുറി. ഹൈറ്റ് ഓഫ് ദ മെർക്കുറി എന്ന് പറയുമ്പോൾ ഇവിടെ 10 - 2x ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഈക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ് എന്താണെന്ന് കിട്ടും. മനസ്സിലായോ? ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ കമൻറ്റ് സെക്ഷനിൽ പറയണേ കേട്ടാ. ഓക്കെ, ഈ ഒരു പ്രോബ്ലം നോക്കിക്കേ. ഇതും അതുപോലത്തെ ഉള്ള ഒരു പ്രോബ്ലമാണ്. നമുക്ക് ഒരു യൂട്യൂബ് മാനോമീറ്ററിനകത്ത് ഒരു കോണിക്കൽ ഫ്ലാസ്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഡയമെൻഷൻസ് അവർ തന്നിട്ടുണ്ട്. ഇത് 3 മീറ്ററും ഇത് 2 മീറ്ററും. ഓക്കെ, ആസ് ആൻ ഔട്ട്ലെറ്റ് അറ്റ് A which a YouTube manometer is connected. The reading of the manometer is given in the figure shows when the vessel is empty. ഇതിനകത്ത് ഒന്നും ഇല്ല. ഓക്കെ, ഈ റീഡിംഗ് ഒക്കെ കാണിക്കുന്നത് ഇതിനകത്ത് വാട്ടർ ഒന്നും ഇല്ലാത്തപ്പോൾ ഉള്ള റീഡിംഗ് ആണ്. ഫൈൻഡ് ദ റീഡിംഗ് ഓഫ് ദ മാനോമീറ്റർ വെൻ ദ വെസൽ ഈസ് കംപ്ലീറ്റ്ലി ഫിൽ വിത്ത് വാട്ടർ. ഇപ്പോൾ ഇതിനകത്ത് മൊത്തം നമ്മൾ വാട്ടർ ഒഴിക്കുമ്പോൾ എന്താ റീഡിംഗ്, മാനോമീറ്റർ റീഡിംഗ് എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതിൽ അവർ ഇത് വരെ ഒരെണ്ണം നമ്മൾ കണ്ടുപിടിക്കാനൊന്നും തന്നിട്ടുണ്ട്. ഇവിടെ അവർ ഹെച്ചിൻ്റെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ ആദ്യം ഹെച്ചിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതുകൊണ്ട് അവർ ഈ ഡേറ്റം എക്സിനകത്ത് പ്രഷർ ഈക്വൽ ആണ്. അതുകൊണ്ട് പ്രഷർ അറ്റ് ദ ലെഫ്റ്റ് ലിംബ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻ ദ റൈറ്റ് ലിംബ്. ഇവിടുത്തെ പ്രഷർ എന്തുവാ? മെർക്കുറി വെച്ചിട്ടുള്ള പ്രഷറാണ്. അതുകൊണ്ട് ρ2 × G × H2 ഇസ് ഈക്വൽ ടു ρ1 + G × H1. ഇവിടെ ഒരു പ്രഷറും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ρ1 G × H1 ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ H1 എന്താണ് അവർ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ വാട്ടർ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒന്ന് ഓർത്ത് നോക്ക്. ഈ കോണിക്കൽ ഫ്ലാസ്കിനകത്ത് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താകും? ഈ ലെവൽ താഴോട്ട് പോകത്തില്ലേ? നമ്മുടെ ഡേറ്റം ലൈനും മാറും, ഈ മെർക്കുറിൻ്റെ ലെവലും മാറും. ഇത് താഴോട്ടാകുമ്പോൾ ഇത് മുകളിലോട്ടാകും അല്ലേ? മനസ്സിലായോ? ഇത് താഴോട്ടാകും, ഇത് മുകളിലോട്ടാകും. ഇത് എത്രത്തോളം 1 സെൻറ്റിമീറ്റർ താഴോട്ടായാൽ ഇത് 1 സെൻറ്റിമീറ്റർ മുകളിലോട്ട് പൊങ്ങി വരും. ആ സമയത്തിൽ ആ റീഡിങ്, മാനോമീറ്ററിൻ്റെ റീഡിങ് എന്തുവാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. നേരത്തെ ചെയ്ത ആ സെയിം പ്രോബ്ലം തന്നെ ഇവിടെ ഒരു കോണിക്കൽ ഫ്ലാസ്കിന് അങ്ങനെ അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? യൂട്യൂബ് മാനോമീറ്റർ. ഓക്കെ, യൂട്യൂബ് മാനോമീറ്റർ നമ്മൾ വരച്ചു. ഇവിടെ നമ്മൾ ഒരു കോൺ കണക്ട് ചെയ്തു. ഇത് മൊത്തം നമുക്ക് വാട്ടറാണ്. അപ്പോൾ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നമുക്ക് എക്സ് കുറച്ചും കൂടി മുകളിലോട്ട് പൊക്കി പോകണം. എക്സ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വാട്ടർ ഫിൽ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ഈ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 2.7. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രഷർ കാരണം ഇത് താഴോട്ട് പോകും. അപ്പം നമ്മുടെ പുതിയ ഡേറ്റം ലൈൻ എന്ന് പറയുന്നത് ഈ ഭാഗം താഴോട്ടാകും, അതുപോലെ തന്നെ ഈ ഭാഗം മുകളിലോട്ടാകും. ഓക്കെ, അത് നമ്മൾ ഇവിടെ y സെൻറ്റിമീറ്ററിന് എടുക്കുവാണെങ്കിൽ ആ സെയിം ഹൈറ്റ് ഇവിടെ മുകളിലോട്ട് പൊങ്ങും. ഓക്കെ, ഈ നേരത്തെ ഉള്ള വാട്ടർ ലെവലിൻ്റെ ഡിഫറൻസ്, ഹൈറ്റ് ഡിഫറൻസ് ഇത് ഡേറ്റമാണ്. അപ്പോൾ അത് നമുക്ക് തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്ററിന്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ പുതിയതായിട്ടുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഡേറ്റം ലൈൻ ഇപ്പം മാറിയോ? ഇതാണ് ഇപ്പം നമ്മുടെ പുതിയ ഡേറ്റം ലൈൻ x'. ഓക്കെ, അപ്പം ഇവിടെ പുതിയ ഡേറ്റം ലൈനിലുള്ള ഈ ലിക്വിഡിൻ്റെ ടോട്ടൽ ഹൈറ്റ് എത്രയായി? ഇപ്പം 2.7 + y. ഹൈറ്റിൻ്റെ ലിക്വിഡ് മാറിയല്ലോ, 2.7 + y മാറി. ഇപ്പം ഈ സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ ഈ ഡേറ്റമിൻ്റെ ലെവൽ ഡിഫറൻസ് എത്രയായി? ഇത്രയും ഡിസ്റ്റൻസ് ആണ്.
ഈ ഡിസ്റ്റൻസിന് പറയുമ്പോൾ എന്തുവാ 20 പ്ലസ് ഇവിടെ പൊങ്ങിയ ഈ y പ്ലസ് ഈ ഭാഗം y. മനസ്സിലായോ? അപ്പോൾ 20 പ്ലസ് 2y ഇത്രയും സെൻറ്റിമീറ്ററാണ് ഇവിടുത്തെ ഹൈറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ദിസ് സൈഡിലുള്ള ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് ഇതാണ് ഇസ് ഈക്വൽ ടു ഈ ഭാഗത്തിൽ എന്തുവാ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ് ഓഫ് വാട്ടർ. ഹൈറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്തുവാ മുകളിൽ ഇത് എത്രയാ 3 മീറ്ററിന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം 3 പ്ലസ് 2.7 പ്ലസ് y. ഓക്കെ, ഇതെല്ലാം സെൻറ്റിമീറ്ററാണ്. അപ്പോൾ മീറ്ററിലോട്ട് നമുക്ക് മാറ്റണം. ഇത് രണ്ട് ഈക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടും. മനസ്സിലായോ? അപ്പോൾ പുതിയ മാനോമീറ്ററിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തുവാ ഈ ഓറഞ്ച് കളർ ലൈനിൻ്റെ അതെന്തുവാ 20 പ്ലസ് വൈ പ്ലസ് വൈ. അപ്പോൾ 20 പ്ലസ് 2y ആണ് മാനോമെട്രിക് റീഡിങ്ങിൻ്റെ ഡിഫറൻസ്. മാനോമെട്രിക് റീഡിങ്ങിന് നമുക്ക് എഴുതാം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കിനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം.